പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനും SFIക്കുമെതിരെ ഗുരുതര ആരോപണവുമായി സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ്. CBI അന്വേഷണം ആരംഭിച്ചതുമില്ല, പോലീസ് അന്വേഷണം തുടങ്ങിയതുമില്ല. ഭാര്യയുടെ ആരോഗ്യം ശരിയായാൽ ഉടൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം തുടങ്ങുമെന്നാണ് ജയപ്രകാശ് മാധ്യമങ്ങളെ അറിയിച്ചത്. ഒപ്പം SFIക്കെതിരെ ഗുരുതര ആരോപണവും അദ്ദേഹം ഉന്നയിച്ചു. SFI നേതാവ് ആർഷോയുടെ താവളമാണ് പൂക്കോട്ടെ യൂണിയൻ റൂമെന്നും സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചതിൽ ആർഷോയ്ക്കും പങ്കുണ്ടെന്നുമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത്. പൂക്കോട് ആർഷോ സ്ഥിരമായി എത്താറുണ്ട്. തന്റെ മകൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ പ്രസിഡന്റിന്റെ റൂമിലാണ് ആർഷോ താമസിക്കാറുള്ളത്. ഈ മുറിയിൽ എത്തിച്ച് 8 മാസമാണ് സ്ഥിരമായി സിദ്ധാർത്ഥനെ പീഡിപ്പിച്ചത്. ഒപ്പിടൽ പോലും നടത്തി. SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയുടെ ശിക്ഷ സിദ്ധാർത്ഥൻ നേരിടുമ്പോൾ ആർഷോയും ആ മുറിയിലുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ശരിയല്ലെങ്കിൽ ആർഷോയുടെ മൊബൈൽ ടവർ പരിശോധിച്ച് പോലീസ് ഉറപ്പാക്കണം. ആർഷോ 8 മാസത്തിനിടെ എത്ര തവണ പൂക്കോട് ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ മനസ്സിലാകുമെന്നും ജയപ്രകാശ് പറഞ്ഞു. CBIക്ക് നൽകിയ റിപ്പോർട്ട് ഒരു തട്ടിക്കൂട്ടാണ്, വെറും ഒരു സംശയത്തിന്റെ പേരിലുള്ളതാണ് ആരോപണമെന്നും അതിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം എന്താകുമെന്ന് അറിയില്ല. CBI അന്വേഷണം ഏറ്റെടുക്കുന്നതുവരെ അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം പോലീസിനുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിച്ചതെന്ന ചോദ്യമാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ചോദിക്കുന്നത്. സിദ്ധാർത്ഥനെതിരെ വ്യാജ പരാതി നൽകിയ പെൺകുട്ടിയുടെ അമ്മ കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരിയാണ്. വെറ്റിനറി സർവകലാശാലയിലെ VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഷീബ സ്വന്തം മകനെ രക്ഷിക്കാൻ നടത്തിയ കള്ളക്കളിയും പുറത്തു വന്നു. എന്നിട്ടും ഷീബയ്ക്കെതിരെ ആരും നടപടിയെടുത്തില്ല. 33 കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ VCക്ക് ശുപാർശ നൽകിയത് പുതിയ ഡീനാണ്. ഇയാളെയും സംരക്ഷിക്കുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു. മാവോയിസ്റ്റുകളുടെ രീതിയിലാണ് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത്. സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊന്നതും ആർഷോയുടെ നിർദ്ദേശപ്രകാരമാണോ എന്ന് സംശയമുണ്ട്. വ്യാജ പരാതി നൽകിയ പെൺകുട്ടിക്കെതിരെയും മർദ്ദനം കണ്ടുരസിച്ച 2 പെൺകുട്ടികൾക്കെതിരെയും അന്വേഷണം വേണം. എല്ലാ ഒത്താശയും ചെയ്ത ആർഷോയെയും പ്രതിയാക്കണം. ഇതിനുവേണ്ടി സമരം ചെയ്യുമെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു. സർക്കാർ എല്ലാ അർത്ഥത്തിലും ചതിച്ചെന്നും ജയപ്രകാശ് കൂട്ടിച്ചേർത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായി ജയപ്രകാശ് ആരോപിച്ചിരുന്നു. സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് അതിന്റെ ഭാഗമാണെന്നും നിയമോപദേശം പോലും തേടാതെയാണ് VCയുടെ നടപടിയെന്നും കേസ് അട്ടിമറിക്കാൻ VC കൂട്ടുനിൽക്കുന്നതായും അതിന് VCക്ക് എന്തെങ്കിലും ഓഫർ കാണുമായിരിക്കുമെന്നും ജയപ്രകാശ് ആരോപിച്ചു. കേസ് CBI അന്വേഷണത്തിന് വിടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി മാർച്ച് 9 മുഖ്യമന്ത്രിയെ സന്ദർശിച്ച ശേഷം സിദ്ധാർത്ഥന്റെ അച്ഛൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ SFIക്കെതിരായ കാര്യങ്ങളൊന്നും അന്ന് ജയപ്രകാശ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നില്ല. മകൻ മരിച്ചതല്ല, കൊന്നതാണെന്നും ആരൊക്കെയോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവർക്കെതിരെ കൊലക്കുറ്റം ചേർക്കണമെന്നും ഒപ്പം കേസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടായ ശേഷം കോളേജ് തുറന്നാൽ മതിയെന്നും ജയപ്രകാശ് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം നടത്താമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായും ജയപ്രകാശ് അന്ന് വ്യക്തമാക്കിയിരുന്നു. മകന്റെ മരണത്തിലെ സംശയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായും തനിക്ക് വിശ്വാസമുണ്ടെന്നും പറഞ്ഞിരുന്ന ജയപ്രകാശ് തന്നെയാണ് ഇപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ട് തെരുവിൽ സമരത്തിനിറങ്ങാൻ തയ്യാറെടുക്കുന്നത്.